തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി. ആ ദൈവാലയ പരിസരത്തെത്തുമ്പോൾ ആളുകളിങ്ങനെ ജപമാല കയ്യിലേന്തി ആ മണലിലൂടെ മുട്ടിലഴഞ്ഞ് പരിശുദ്ധ അമ്മയെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ യാത്ര. ആ യാത്ര ചെയ്യുന്ന ഓരോ വിശ്വാസിയും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉള്ളിലെ സങ്കടക്കടൽ അത് ആ അമ്മയിലേക്കൊന്ന് എത്തിച്ചു കിട്ടിയാൽ അതിനൊരു അറുതി ഉണ്ടാകും, ഒരാശ്വാസം ഉണ്ടാകും, ഒരു തീർപ്പുണ്ടാകും എന്ന വലിയ സത്യമാണ്. പ്രിയമുള്ളവരെ, ഈ ആലയം ഇത്രമാത്രം അറിയപ്പെടാൻ കാരണമായ 1-2 അത്ഭുതങ്ങളുണ്ട്. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും നടന്ന 3 അത്ഭുതങ്ങൾ. ഒരു ഹൈന്ദവനായ ഒരു കുട്ടിയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലെ പ്രാരാബ്ധം കാരണം വീട്ടിലുള്ള പശുവിൻ്റെ പാല് ഒരുപാട് ദൂരം മൈലുകൾ താണ്ടി നടന്ന് ധനികനായ ഒരുവൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വിൽക്കും. എല്ലാ ദിവസവും അവനിങ്ങനെ കഷ്ടപ്പെട്ട് പൊരിവെയിലത്ത് ഇങ്ങനെ നടന്നു പോകേണ്ടതുണ്ട്. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ വല്ലാതെ ക്ഷീണിതനായി തൊട്ടടുത്ത ഒരു മരത്തിൻ്റെ താഴെ അവൻ വിശ്രമിക്കുമ്പോൾ സൂര്യനെ പോലെ ശോഭയുള്ള ഒരു സ്ത്രീ കൈക്കുഞ്ഞുമായി വന്ന് അവനോട് പറയുന്നുണ്ട്, മോനെ, ഈ കുഞ്ഞിന് വല്ലാതെ വിശക്കുന്നുണ്ട്, മോൻ്റെ കയ്യിലിരിക്കുന്ന പാല് കുറച്ച് തരാം. ആദ്യമൊന്ന് ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും സന്തോഷത്തോടെ പിന്നീട് അവനത് നൽകുന്നുണ്ട്. ആ അമ്മ ആ ബാലൻ്റെ കയ്യിൽ നിന്ന് ഈ പാല് വാങ്ങി ഈ കുഞ്ഞിന് സന്തോഷത്തോടെ കൊടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രം തിരിച്ചു കൊടുത്തു. അമ്മ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇവന് വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഏതാണ്ട് പാതി തീർന്ന പാലും പാത്രവുമായി ഈ ധനികൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കേൾക്കും തീർച്ചയാണ്. അങ്ങനെ വഴക്ക് പ്രതീക്ഷിച്ച് ഈ ധനികൻ്റെ അടുക്കിലേക്ക് പകുതി തീർന്ന പാലും പാത്രം കൊടുക്കുകയാണ്. വഴക്ക് കേൾക്കുമല്ലോ എന്ന് കരുതി തലകുമ്പിട്ട് നിന്ന ആ ബാലനോട് ഈ ധനികനായവൻ അന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്, എടാ, ഇന്നെന്താണ് പാല് ഇത്ര കൂടുതൽ? പ്രിയമുള്ളവരെ, അവൻ ആശ്ചര്യമായി. വഴക്ക് കേൾക്കും പാല് കുറവായതിൻ്റെ പേരിൽ എന്ന് പ്രതീക്ഷിച്ചവൻ പാല് കൂടുതലാണല്ലോ എന്ന് ധനികൻ പറഞ്ഞപ്പോൾ അവനും ആകാംക്ഷയായി. പാത്രം തുറന്നു നോക്കിയപ്പോൾ സാധാരണ കൊണ്ടുവരാറുള്ളതിനേക്കാൾ കൂടുതൽ പാല് അവൻ അതിൽ കാണാം. അവൻ സംഭവം ധനികനോട് പറയുന്നുണ്ട്. ധനികൻ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും അവൻ്റെ നിർദ്ദേശപ്രകാരം എവിടെ വെച്ചാണോ ഇത് സംഭവിച്ചത് അവിടേക്ക് ഈ ധനികനും ഈ ബാലനും കൂടെ കുറച്ചു പേരും നടന്നു പോകുന്നുണ്ട്. അവിടെ വെച്ച് ഈ ബാലന് വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഈ അമ്മയെ മറ്റുള്ളവരാരും കാണുന്നില്ല. എന്നാലും പ്രത്യേക രീതിയിലുള്ള ഒരു വെളിച്ചം അവിടെ സംഭവിക്കുന്നതായി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന ആലയത്തിൻ്റെ ഉത്ഭവത്തിന് ആരംഭം കുറിച്ച സംഭവം.